അച്ഛാ അയാളെ ഞാൻ ഇവിടെ ചുമ്മാ ആളുകൾ സംസാരിച്ച കാര്യമുണ്ടോ? ചുമ്മാ കുഴപ്പമുണ്ടാക്കാനായിട്ടോ? ആരാടാ? പഞ്ചരത്നത്തിൽ നിന്ന് അഖിലാണല്ലോ. അമൃതേച്ചിയുടെ കാര്യം തിരക്കി വിളിക്കുക. ഞാൻ എന്ത് പറയൂ വെച്ചാ? എന്തായാലും നീ എടുക്ക്. നമ്മൾ എടുക്കാറുന്നാലേ വീട്ടിൽ ഇരിക്കുന്നവർക്കും വേവലാതിയാവും. ഹലോ അഖില. ആകാശേട്ടാ, എന്തായി? അമൃതേച്ചി പുറത്തിറക്കാൻ പറ്റിയോ? എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്നാ കരുതുന്നേ. അപ്പൊ ഇത്ര നേരിട്ട് പുറത്തിറങ്ങിയില്ലേ? അമൃതേച്ചി പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ ഉള്ളത്? എടാ, ഞങ്ങൾ അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വൈകുന്നേരത്തോടെ ശരിയാവുന്ന പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആകാശേട്ടാ? നേരം വൈകുന്തോറും പോലീസുകാർ അമൃതേച്ചി ഉപദ്രവിക്കുമെന്ന എന്റെ പേടി. കണ്ണിച്ചോരയില്ലാത്ത ആളുകളാ. പോലീസുകാർ അമൃതേച്ചി ഉപദ്രവിച്ച ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ മരണ വീട്ടിലെ പോലെ കരയാതെ. എന്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ കുറച്ചുകൂടെ ഉണ്ടല്ലോ. എന്തായാലും സഹദേവേട്ടൻ അവിടെ ഉണ്ടല്ലോ. അവരെല്ലാരും കൂടി ചേർന്ന് അമൃതയെ പുറത്തിറക്കും. മക്കളെ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ. നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ കൂട്ടക്കരച്ചിൽ നടത്തിയ സ്റ്റേഷനിൽ കിടക്കുന്ന അമൃതയെ പുറത്തിറക്കാൻ പറ്റുമോ? സംഭവിച്ചതെല്ലാം അമൃത തന്നെ വരുത്തിച്ച വിനയാ. അനന്തകൃഷ്ണൻ എന്ന ക്രിമിനലിലെ കൃഷ്ണേട്ട എന്നൊരു ചെല്ലപ്പേരിട്ട് പഞ്ചായത്തിൽ കയറ്റി താമസിപ്പിച്ച അവളല്ലേ? അതായ കുഴപ്പത്തിനല്ല അടിസ്ഥാന കാരണം. അമൃത കാണിച്ചത് വലിയ മണ്ടത്തരവും അബദ്ധമൊക്കെ ആയിപ്പോയി. അയാൾ ചന്ദ്രസേനെ കൊന്നതിനായിരിക്കും. കേട്ടിടത്തോളം വെച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഈ കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ആള് ഒരു പക്ഷെ കലാവതിയുടെ ആളാവാൻ സാധ്യതയുണ്ട്. കലാവതി കൊടുത്ത കൊട്ടേഷൻ ആണെങ്കിലും ഇത്. കലാവതി ആട്ടുംതോലോട്ട് ചെന്നാലും നിങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അനന്തകൃഷ്ണന്റെ ചതി തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതാണ് അമൃതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. അയാളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന അഭിയേട്ടനെ വരെ അമൃതേച്ചി വെറുപ്പിച്ചു. അങ്ങനെയല്ല അഭിയേട്ടൻ എങ്ങോട്ടോ പോയത്. അമൃതേച്ചിക്ക് ഒരു ആപത്ത് വന്നപ്പോ അഭിയേട്ടൻ ചെയ്തത് ശരിയാണോ? ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കാണോ വേണ്ടത്? എനിക്കാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നെങ്കിൽ വിവേകിനെ തനിച്ചാക്കി പോവോ? ഈ സമയത്ത് ഇങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കണ്ട. അഭിമന്യു സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്ന് എന്താ ഇത്ര ഉറപ്പ്? അഭിമന്യുവിനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിലോ? എനിക്കും ആദരിക്കും നേരത്തെ തന്നെ ആ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അഭിയേട്ടനെ കാണാതെ പോയതുകൂടി നിങ്ങൾ എല്ലാരും ഒന്ന് അന്വേഷിക്കണം. പറ്റുമെങ്കിൽ പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കണം. മക്കളെ, അഭിമന്യുവിന്റെ കാര്യം ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ശരിയെന്നാ, ഞാൻ വിളിക്കാം. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.